നൽകുന്നത് ചേലക്കര ബഹുമാനപ്പെട്ട എത്ര പറഞ്ഞാലും തീരാ നിലയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. ഏറെക്കുറെ കാര്യങ്ങൾ നമ്മുടെ വിദ്യാപ്രഭാഷകനായ കാവ്യ ഉസ്താദ് പറയും. അതുപോലെ ഹാമിദ് ഉസ്താദും ഇന്നലെ തന്നെ പള്ളി നല്ല നിലയിലുള്ള പ്രസംഗം നടത്തുകയും അദ്ദേഹത്തെ ഓർപ്പിച്ചുകൊണ്ട് നല്ല നിലയിലുള്ള പ്രസംഗം കാഴ്ചവെച്ചു. യാസീനത് ദുആ ചെയ്ത പള്ളിയിൽ ഇതൊക്കെ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഉള്ളടക്കം പറയാൻ ആഗ്രഹിക്കുന്ന ഈ സന്ദർഭത്തിൽ ഉസ്താദിനെ എത്ര പെട്ടെന്ന് പോകേണ്ട കാര്യം ഉൾക്കൊണ്ട് അവിടെ ഞാൻ കടമയിലേക്ക് കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ എല്ലാവരുടെ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുവാൻ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ യോഗ അധ്യക്ഷൻ മേഖല പ്രസിഡന്റ്, അതുപോലെ തന്നെ ചേലക്കര ഇസ്ലാം മദ്രസ മജ്‌ലിസ് സ്ഥാപകർ, ഹാമിദ് ഉസ്താദ്, മറ്റ് വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, പിന്നെ അതുപോലെ തന്നെ അന്ന് ഉസ്താദ് ദർസിൽ നടന്നിട്ടിരിക്കുമ്പോൾ അന്നത്തെ പ്രസിഡന്റായിരുന്ന സ്പെയിൻ സാഹിബ് എത്തിയിട്ടുണ്ട്. അവർക്ക് കാര്യങ്ങളൊക്കെ പറയാൻ അറിയാവുന്നവരാണ്, അവരൊക്കെ ഇൻഷാ പറയും. അവരെ എല്ലാവരെയും, അതുപോലെ നമ്മുടെ ജമാഅത്ത് മദ്രസ കൗൺസിൽ ഭാരവാഹികൾ വേദിയിൽ ഇരിപ്പുണ്ട്. ഇവരെല്ലാവരെയും ഞാൻ വേദിയിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മന്നാൻ അസോസിയേഷൻ KMIF സാരഥികൾ, ഇവരെല്ലാം ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ഈ ചെറിയൊരു ചെലവ് ഇവിടെ നടത്തുന്നത് ഉസ്താദീഷ്യന്മാരായ മന്നാനീസ് അസോസിയേഷൻ ആണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അതിന്റെ പ്രതിഫലവും അല്ലാഹു തആല അത് ഹദറത്തിലേക്ക് എത്തിച്ചെടുക്കുമാറാകട്ടെ. അപ്പോൾ ആ സംഘടനക്കാർക്കും എല്ലാം ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഞാൻ വിട്ടുപോയിട്ട് ഒന്നുകൂടി എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال الله تعالى في قرآن المجيد العلم درجات صدق الله العظيم. كما قال سيدنا رسول الله صلى الله عليه وسلم رزانة العلم من كانت تثقله يمشي بها خاضعا مقدار أثقالي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാന ആദരവുകൾ നിറഞ്ഞ മഹനീയമായ ഈ സദസ്സിന്റെ അധ്യക്ഷപീഠം അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ചവറ മേഖല പ്രസിഡന്റ് ബഹുമാന്യനായ ഹുസൈൻ ഫൈസി ഉസ്താദ് അവർകൾ, ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട കാരാളി ഉസ്താദിന് വളരെ വേഗത്തിൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എൻ്റെ കർത്തവ്യം ഞാൻ നിർവഹിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും തെക്കൻ കേരളം കണ്ട, നമ്മുടെ കൺമുന്നിൽ ജീവിച്ച ഒരു മഹാവ്യക്തിത്വത്തിന്റെ വേർപാടുമായി ബന്ധപ്പെട്ട് അനുശോചന യോഗത്തിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട KP അബൂബക്കർ ഹസറത്ത് ഉസ്താദ് അവർകൾ
അല്ലാഹു മഹാനവർഗൾക്ക് നൽകിയ അംഗീകാരമാണ്. ഉസ്താദിന്റെ മരണ വാർത്ത കേട്ടത് മുതൽ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള മുസ്ലിം സമുദായത്തിന്റെ നേതാക്കളിൽ നിന്നും രാഷ്ട്രീയ മേഖലകളിൽ നിന്നും സാമൂഹിക സാമുദായിക മേഖലകളിൽ നിന്നും മസ്ജിദുകളിൽ നിന്നുമെല്ലാം ബഹുമാനപ്പെട്ട കെ.പി. ഉസ്താദിന്റെ ആ പേരും ആ പദവിയും ആ ദറജയും ഒക്കെ വളരെ ശുഭ്രത്ത് പ്രാപിച്ചുകൊണ്ട് പ്രസിദ്ധമായി എല്ലാവരും അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ കെ.പി. ഉസ്താദിനെ കുറിച്ച് എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണമെന്നറിയാതെ ബഹർ പോലെ നിറഞ്ഞു കിടക്കുന്ന വലിയൊരു പ്രതിഭാസമാണ്, സാഗരമാണ് മഹാനായ കെ.പി. അബൂബക്കർ ഹസ്രത്ത് നവ്വറല്ലാഹു മർക്കദ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദ് അവറുകൾ ആദ്യമായി ഡിഗ്രി എടുത്തിട്ട് സേവനത്തിന് വേണ്ടി എത്തിയ സ്ഥലമാണ്, ഉസ്താദ് അവറുകൾ ആദ്യമായി ദറസ് നടത്തിയ സ്ഥലത്തുമാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവറുകളുടെ എല്ലാ അമലുകളും എല്ലാ ദറജകളും അല്ലാഹു സ്വീകരിക്കുകയും ഉയർത്തുകയും ചെയ്യുമാറാകട്ടെ. ഇത്രത്തോളം മഹാനവറുകളുടെ പദവി എന്ന് പറയുന്നത് വിനയമായിരുന്നു. ആരോട് ചോദിച്ചാലും ആർക്ക് ഉസ്താദുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാനുണ്ടെങ്കിലും അവരൊക്കെ ആദ്യമായി പറയുന്നത് ഉസ്താദിന്റെ വിനയം തന്നെയാണ്, സ്നേഹം തന്നെയാണ്. ആരുമായി സംസാരിക്കുന്നുവോ അവരൊക്കെ ആദ്യമായി പറയുന്നത് എന്നെ ഉസ്താദ് വിളിച്ചിരുന്നത് മോനെ എന്നാണ്. ഉസ്താദിന്റെ ഈ ഇരിക്കുന്ന സദസ്സിലിരിക്കുന്ന പലരും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. പ്രായം ഒരുപാട് ഏറിയ ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ പറയാറുണ്ട് ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി അല്ലാതെ ഉസ്താദ് അവരുടെ ഭാഗത്ത് നിന്നും നമുക്കൊരു സംസാരം കേൾക്കാൻ കഴിയുകയില്ല. എല്ലാ ആലിമീങ്ങളും അംഗീകരിക്കുന്ന വളരെ സാത്വികനായ, വളരെ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്ന ഒരു മഹാമനീഷിയാണ് ബഹുമാനപ്പെട്ട കെ.പി. ഉസ്താദ് അവറുകൾ. ഉസ്താദ് അവറുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ റസാനത്ത് എന്ന് പറയുന്ന കിതാബ് ഓതിയിട്ടുള്ളവരാണ്. അതിൽ തന്നെ പറയുന്നുണ്ട് റസാനത്തുൽ ഇൽമി മൻ കാനാ തുസക്കിലു യംശി ബിഹാ ഖാദിഅൻ മിഖ്ദാറ അസ്ഖാലി. ഇൽമിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്, ഇൽമിന്റെ മഹത്വം എന്ന് പറയുന്നത്, ഇൽമിന്റെ പദവി എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഇൽമുണ്ടായി കഴിഞ്ഞാൽ ഇൽമിനെ വഹിക്കുന്നവനാണെങ്കിൽ യംശി ബിഹാ ഖാദിഅൻ മിഖ്ദാറ അസ്ഖാലി. ആ ഇൽമിന്റെ പവറും ആ ഇൽമിന്റെ ഉയർച്ചയും ആ ഇൽമിന്റെ ആഴവും അദ്ദേഹത്തിന്റെ നടത്തത്തിലൂടെ അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ എന്നാൽ വയസ്ജുദുൽ മുസ്ലിമു ബിൽ അസ്മാനി ഇദ് ഹമലത് അഷ്ജാറുഹു ദാലിയൻ മിൻ ബഅദി ദിലാലി. ഒരു വൃക്ഷം അത് പൂവിട്ടു, അതിൽ ഫലങ്ങളുണ്ടായി, അത് പഴുത്തു കഴിഞ്ഞാൽ, അതിലേക്ക് പഴങ്ങൾ വന്നു കഴിഞ്ഞാൽ, കായ്കനികൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ശിഖരങ്ങൾ താഴേക്ക് വരുന്നത് പോലെ, കുനിയുന്നത് പോലെ ഇൽമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അറിവുള്ള ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം വളരെ വിനയാന്വിതനായിരിക്കും. ഇത് പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല കലിമത്തുൽ തയ്യിബയെ കുറിച്ച് പറഞ്ഞത് അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബതൻ കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിതുൻ വഫറുഹാ ഫിസ്സമാ തുഅതി ഉക്ലഹാ കുല്ല ഹീനിൻ ബിഇذن റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. അല്ലാഹു തആല നമ്മളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധമായ കലിമത്ത് തൗഹീദിലേക്ക് നോക്കുന്നില്ലയോ? പരിശുദ്ധമായ വചനം, ആ വചനത്തിന്റെ ഉപമ എങ്ങനെയാണ്? കശജറത്തിൻ ത്വയ്യിബ, കശജറത്തിൻ ത്വയ്യിബ, പരിശുദ്ധമായ
ഒരു ഫലമുള്ള വൃക്ഷത്തെ പോലെയാണ്. കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫറുഹാ ഫിസ്സമാ. അതിന്റെ മൂട് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുകയും വേരുകൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. മാത്രമല്ല അതിന്റെ ശിഖരങ്ങൾ അന്തരീക്ഷത്തിൽ പടർന്നു നിൽക്കുന്നു. ആ വൃക്ഷം എല്ലാ സമയത്തും അതിന്റെ ഫലം, ഏത് സമയത്ത് ചെന്നാലും അതിന്റെ ഫലം ലഭിച്ചുകൊണ്ടിരിക്കും. അതുപോലെയാണ് കലിമത്തു ത്വയ്യിബ എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അതേ ഉപമയാണ് മഹാനായ കെ.പി. ഉസ്താദിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എത്ര കാലം കഴിഞ്ഞാലും, എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും മഹാനായ കെ.പി. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടെ വെച്ചിട്ട് പോയ ആ ഇൽമിന്റെ ആ പരമ്പര ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഖിയാമത്ത് നാൾ വരെ ഉസ്താദ് അവരുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കും. അതിലൊരു ഭാഗമാകാൻ നമ്മളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അതിന്റെ പ്രതിഫലം അല്ലാഹു തആല നമുക്ക് തരുമാറാകട്ടെ. നാളെ മഹാനായ ഉസ്താദിനോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മഹാനായ ഉസ്താദ് അവരുടെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ കണ്ടുമുട്ടാനുള്ള അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ഈ സദസ്സിനെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അടുത്തായ മുഖപ്രഭാഷണമാണ് ബഹുമാനപ്പെട്ട ജാലിയത്ത് മുസ്ലിം ജമാഅത്ത് ഇർഷാദുൽ ഇസ്ലാം ഇസ്സത്തുൽ ഇസ്ലാം മദ്രസ സദർ മുഅല്ലിം കൂടിയായ നമ്മുടെ സഹപ്രവർത്തകൻ മുഹമ്മദ് വലീം ഉസ്താദ് അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി വിനീതന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുനാഥൻ, ഇപ്പോൾ ബാക്കവി ഉസ്താദ് ഇവിടെ പാരായണം ചെയ്ത റസാനത്ത് അതൊക്കെ അടക്കമുള്ള തസവൂഫിൻ്റെ ധാരാളം കിതാബുകൾ, മന്ദിക്കിൻ്റെ കിതാബുകൾ, നഹവിൻ്റെ സ്വറഫിൻ്റെ കിതാബുകൾ, എല്ലാ കിതാബുകളുടെയും അടിസ്ഥാനം എന്നെ പഠിപ്പിച്ച, ഈ മേഖലയിലേക്ക് എന്നെ കൈപിടിച്ചു നിർത്തിയ, ഭൗതിക ആത്മീയ രംഗങ്ങളിലെല്ലാം പഠനത്തിനും മറ്റ് പ്രവർത്തനങ്ങൾക്കുമെല്ലാം എല്ലാവിധമായ പ്രചോദനവും തന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട എൻ്റെ അഭിവന്യ ഗുരുനാഥൻ കാരാടി ഉസ്താദ് അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. فقد قال الله سبحانه وتعالى في قرآنه المجيد: إنما يخشى الله من عباده العلماء. صدق الله مولانا العلي العظيم. ഈ യോഗത്തിൻ്റെ ആദരണീയ അധ്യക്ഷൻ, ഈ ജമാഅത്തിൻ്റെ ആദരണീയരായ മുദർരിസ് ഇമാം, ഈ ജമാഅത്തിൻ്റെ ഉന്നത ശീർഷരായ ഭരണാധികാരികൾ, എൻ്റെ ആത്മമിത്രം മുഹമ്മദ് ഉസ്താദ് അവറുകൾ, ലജ്നത്തുൽ മുഅല്ലിമീൻ ചവറ മേഖലയിലെ ഭാരവാഹികൾ, അതിൻ്റെ പ്രവർത്തകർ, എൻ്റെ ആത്മമിത്രങ്ങൾ, സഹോദരങ്ങൾ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സഹോദരന്മാരെ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിന് വേദി അല്ല ഇത്. എനിക്കും നമ്മുടെ ഗനീബ് ഉസ്താദ് മുഹമ്മദ് മുസ്ലിയാർ അവർകൾക്കും വളരെ അടിയന്തരമായും 10 മണിക്ക് തന്നെ ഷെയ്ഖുനാടെ വീട്ടിൽ എത്തിച്ചേരേണ്ട വളരെ അത്യാവശ്യമായ ചില കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവം, ചവറ മേഖല ഇങ്ങനൊരു പരിപാടി തേവലക്കരയിൽ വെച്ച് സംഘടിപ്പിച്ചപ്പോൾ അതിൽ ഒന്ന് പങ്കെടുക്കാതെ പോവുക, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഗുരുവര്യരായ ഷെയ്ഖുനായെ പറ്റി ഒരല്പമെങ്കിലും ഒരു അനുസ്മരണം നടത്തിയിട്ട് പോവുക എന്നുള്ളത്
വളരെ പ്രമുഖമായി കണ്ടതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ കബൂലാക്കുകയും നമ്മുടെ മഹാനായ ശൈഖുനായുടെ ചാരത്ത് നാളെ എത്തപ്പെടുമ്പോൾ ആ ശൈഖുന നമുക്ക് പഠിപ്പിച്ചു തന്ന സാംസ്കാരിക തനിമ നെഞ്ചിലേറ്റിയവരുടെ പട്ടികയിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ബഹുമാന്യരായ ഉസ്താദുമാരെ, സഹോദരങ്ങളെ, മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഇഹ്യാ എന്ന് പറയുന്ന മാസ്റ്റർ പീസ് ഗ്രന്ഥത്തിൽ ഏറ്റവും നല്ലവരായ ആലിമീങ്ങളെയും ഏറ്റവും മോശക്കാരായ ആലിമീങ്ങളെയും തമ്മിൽ വേർതിരിച്ച് പറയുന്ന ഒരു പ്രത്യേകമായ പാഠഭാഗം തന്നെയുണ്ട്. ഇഹ്യാ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയിട്ടുള്ളവർക്ക് അതറിയാം. നല്ല പണ്ഡിതന്മാരും ചീത്ത പണ്ഡിതന്മാരും എന്നിങ്ങനെ വിശദമായ നിലയിൽ പറയുന്ന ഒരു ഭാഗം തന്നെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഇഹ്യായിൽ. ഞാനിത് പറയാൻ കാരണം, വിശ്വോത്തര പണ്ഡിതനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഒരു കാര്യം പറയുന്നു. അത് മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഒരുപാട് സ്വാലിഹീങ്ങൾ പറഞ്ഞതായിട്ടാണ് മഹാനവറുകൾ പറയുന്നത്. പറഞ്ഞത് മറ്റൊന്നുമല്ല, മൻ ആതാഹുല്ലാഹു അർബഅ, ഒരാൾക്ക് അല്ലാഹു 4 കാര്യങ്ങൾ കൊടുത്താൽ ഫഹുവ ഇമാമുൽ മുത്തഖീൻ, അദ്ദേഹം മുത്തഖീങ്ങളുടെ ഇമാമാണ്. ഒരാൾക്ക് അല്ലാഹു 4 കാര്യങ്ങൾ കൊടുത്താൽ അയാൾ മുത്തഖീങ്ങളുടെ ഇമാമാണ്. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവരാണ് മുത്തഖീങ്ങൾ. ഒരൊറ്റ വലിയ പോലും മുത്തഖി അല്ലാതെ ഇല്ല. അപ്പോ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ഇമാമാണ്. ആ 4 കാര്യം ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ ഔലിയാക്കളുടെ ഇമാമാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അതിൽ ഒന്നാമത്തേതായിട്ട് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഒന്നാമത്തേത് ഇൽമാണ്. ആർക്കെങ്കിലും അല്ലാഹു ഇൽമിനെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ, അതും മുഹ്റമിയായ നിലയിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന നിലയിലുള്ള ഇൽമിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഈ 4-ൽ ഒരു ഭാഗം, വിലായത്തിന്റെ 4-ൽ ഒരു ഭാഗം പൂർത്തിയാക്കിയ ആളാണ്. മഹാനായ ശൈഖുനായെ സംബന്ധിച്ച് വളരെ വിശദമായി പറയേണ്ടതില്ലല്ലോ. ഏറ്റവും മനോഹരമായ പാണ്ഡിത്യത്തിന്റെ, കറകളന്ന നിസ്വാർത്ഥമായ പാണ്ഡിത്യത്തിന്റെ അഗാധമായ ബഹറായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள். അറിയണമെങ്കിൽ ആ ജീവിതം ഒന്ന് അടുത്ത് നോക്കണം. ഞാൻ, അതേപോലെ ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് മുസ്ലിയാർ, അതുപോലെ ഫസലുദ്ദീൻ ദാരിമി പോലെയുള്ളവരൊക്കെ ഒരേ സമയത്ത് ഒന്നിച്ചേതാണ്ട് 5-10 വർഷത്തോളം ഉസ്താദിന്റെ അടുക്കലുള്ളവരാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ മുമ്പിൽ ഒരു വിഷയം വരുമ്പോ ലോകത്ത് ഒരുപാട് ഫത്വകൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയപ്പോൾ മാത്രമല്ല, അല്ലാതെയും ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരുപാട് ഫത്വകൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് വരെ, ഈ നിമിഷം വരെ മഹാനവറുകൾ കൊടുത്ത ഒരു ഫത്വയിൽ ഒരു പിഴവ് ആരോപിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കുകയോ ചെയ്യാൻ ഈ ലോകത്തുള്ള ഒരു പണ്ഡിതന്മാരെയും കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മഹാനവറുകളുടെ പാണ്ഡിത്യത്തിന്റെ ഗരിമ നമ്മുടെ മുമ്പിൽ അറിയിച്ചു തരുന്നതാണ്. ഞാൻ ഒരുപാട് കാര്യം പറയാൻ ഈ വിഷയത്തെ പറ്റി. നമ്മുടെ കൊല്ലത്ത് ഒരു വലിയ വാദപ്രതിവാദം നടന്നു. ബഹുമാനപ്പെട്ട ശൈഖുനായുടെ നേതൃത്വത്തിൽ
സദസ്സിൽ അതിനെപ്പറ്റിയൊക്കെ പിന്നീട് പറയാം. ഒരു സാഹചര്യം കിട്ടുമ്പോ ഒരു വലിയ വാദപ്രതിവാദമാണ് നടന്നത്. അത് വേറെ വിഷയത്തിലൊന്നും അല്ല, ഒരു മക്ബറയുടെ വിഷയത്തിലാണ് സംഭവം. ചാത്തനാകുളത്തുള്ള ഒരു മക്ബറയുടെ ഒരു വിഷയം വന്നു. ആ മക്ബറയിൽ VM മൂസ ഉസ്താദ് കൊടുത്ത ഫത്വയെ ചൊല്ലി ഒരു വലിയ വിവാദം നടന്നു. ആ വലിയ വിവാദം നടന്നത് കൊല്ലത്ത് ഷാ ഇന്റർനാഷണലിൽ വെച്ചായിരുന്നു ആ വിവാദം നടന്നത്. ആ വിവാദ മസലയിൽ രണ്ട് ഭാഗത്ത് നിന്നുമുള്ള ആലിമീങ്ങൾ ഒരുമിച്ച് രണ്ട് ഭാഗത്ത് നിന്നും ചർച്ചയ്ക്ക് വന്നപ്പോ ആ ചർച്ചയിൽ മഹാനായ ശൈഖുനാ KP അബൂബക്കർ ഹസ്രത്തിന്റെ വാദം എന്താണ് എന്നൊന്ന് അവതരിപ്പിക്കാൻ പറയുകയും ഉസ്താദിന്റെ വാദം അവതരിപ്പിച്ചപ്പോൾ ഇതാണ് ശരി എന്ന് അപ്പോഴും തന്നെ പറഞ്ഞു ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തതാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, എതിർഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോഴും തന്നെ അവിടെ കൂടുതൽ ചർച്ചയൊന്നും വന്നില്ല. ചർച്ചയ്ക്ക് വരാതെ ബഹുമാനപ്പെട്ട ശൈഖുന ആ വിഷയം അവതരിപ്പിച്ചപ്പോ ആ അവതരിപ്പിച്ച വിഷയത്തിൽ മഹാനായ ശൈഖുന പറഞ്ഞതാണ് സത്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന പറഞ്ഞതാണ് സത്യം എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് രണ്ടു കൂട്ടരും വാദപ്രതിവാദത്തിൽ നിന്ന് രാജിയാവുകയാണ് ചെയ്തത്. ഇതേപോലെ എത്രയോ സംഭവങ്ങൾ, എത്രയോ അനുഭവങ്ങൾ, മഹാപാണ്ഡിത്യം വിളിച്ചോതുന്ന രംഗങ്ങൾ. സഹോദരന്മാരെ, മഹാനായ ശൈഖുനായുടെ ദർസി ജീവിതത്തെ പറ്റി, പാണ്ഡിത്യത്തെ പറ്റി പറയുമ്പോ സഹീഹുൽ ബുഖാരി എടുക്കുന്ന സദസ്സിലൊന്നിരിക്കണം. സഹീഹുൽ ബുഖാരി എടുക്കുന്ന ആ സദസ്സിലിരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ടോ സങ്കടപ്പെട്ടുകൊണ്ടോ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് കുടുകുടുകുടേ ഒഴുകിക്കൊണ്ടാണ് ആ ഹദീസ് എന്താണെന്ന് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നത്. അതേ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഒരു അല്പമെങ്കിലും പുഞ്ചിരിച്ച രംഗമാണെങ്കിൽ ഇരിക്കുന്ന കുട്ടികളെ, ആ കൂടുതൽ പഠിക്കുന്നവരെ ഒരല്പമെങ്കിലും ഒരു തമാശ പറഞ്ഞ് ചിരിപ്പിച്ചിട്ടല്ലാതെ മഹാനവറുകൾ ആ ഹദീസ് വിട്ടുപോകുമായിരുന്നില്ല. മഹാനവറുകളോട് ഒരു സംശയം ചോദിച്ചാൽ, ഏത് വിഷയത്തിലായാലും ശരി, ഒരു സംശയം ചോദിച്ചാൽ ആ ചോദിക്കപ്പെടുന്ന സംശയം എന്തായാലും ശരി അതങ്ങോട്ട് വിശദീകരിക്കാൻ തുടങ്ങുമ്പോ അതിനകത്ത് കൂടി കടന്നു വരുന്നത് ഭൗതികവും ആത്മീയവുമായ ഒരുപാട് വിജ്ഞാനങ്ങളായിരുന്നു. അനുഭവിച്ചറിഞ്ഞവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഇത്രയും ആത്മാർത്ഥമായി, ഇത്രയും കാര്യമായി പറയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ചിലപ്പോ തമാശ പറഞ്ഞ് നമ്മളെ ഒന്ന് ഇരുത്തിയിട്ടായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് തഫ്സീർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആയത്ത് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോ ബാബിൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഹാറൂത്ത് മാറൂത്തിനെ പരീക്ഷിച്ചാൽ എന്നെ പറഞ്ഞപ്പോ തഫ്സീർ എടുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഉസ്താദേ, ഈ ബാബിൽ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഉസ്താദ് ബാബിലോണിയാന്ന് പറഞ്ഞു. ബാബിലോണിയാന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, അറിയാൻ വേണ്ടിയാണ് അന്നത്തെ ആ ജിജ്ഞാസ. അതുകൊണ്ട് ബാബിലോണിയ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, നിനക്ക് അവിടൊക്കെ എവിടൊക്കെ അറിയണം? അത് ചോദിക്കണ്ടേ, നിനക്ക് അവിടെ എവിടൊക്കെ അറിയാണെന്നാണ്. എനിക്ക് സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ഇറാഖോ കണ്ടിട്ടില്ലാത്ത എന്നോട് നിനക്ക് അവിടൊക്കെ. അപ്പൊ ആ രൂപത്തില് ആദ്യം ഒരു തമാശ പറഞ്ഞു. ആ തമാശ പറഞ്ഞതിന് ശേഷം ആ പ്രദേശവുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു തരുന്ന ഒരു പ്രത്യേകമായ ഒരു ദർസി ശൈലിയാണ്. ഇന്നലെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ഞാൻ മഹാനവറുകളുടെ ഖബറിന്റെ അരികിൽ പോയിട്ട് ഉസ്താദിന്റെ മകൻ സാദിഖുമായിട്ട് സംസാരിച്ചപ്പോ സാദിഖ് എന്നോട് ഒരു കാര്യം പറഞ്ഞു. ഉസ്താദെ, ഞാന് ഒരുപാട് കാലം കൊണ്ട് ഞാൻ അമേരിക്കയിൽ പോയിട്ട് വരുന്നതിന് മുമ്പ് വാപ്പായെ വിളിച്ചിട്ട് വാപ്പാടുത്ത് പറയും, വാപ്പ ഒരാഴ്ച ലീവ് എടുക്കണേ എന്ന് പറയും. എനിക്ക് വാപ്പ എടുക്കാൻ ഒരാഴ്ച ഇരിക്കാൻ, ഒരാഴ്ച ലീവ് എടുക്കണേ എന്ന് പറയും. ശരിയടാന്ന് പറയും. പറഞ്ഞിട്ട് ഉസ്താദ് വ്യാഴാഴ്ച വരും, വാപ്പായുമായിട്ട് എവിടെങ്കിലും ഒക്കെ വ്യാഴാഴ്ച വരുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം ആകുമ്പോ സാദിഖിനെ വിളിച്ചിട്ട് പറയണ, സാദിഖെ, നാളെ എനിക്ക് ദിവസമുണ്ട്, ഇന്ന് രാത്രി തന്നെ പോയെങ്കിലും ഇപ്പൊ പിള്ളേരവിടെ നിൽക്കുകയാണെന്ന് പറയും. സഹോദരന്മാരെ, അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്, ഉസ്താദ്മാരൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു മടിയുമില്ലാത്ത ദിവസ്. ഉസ്താദിന്റെ മൂത്രത്തില് കല്ലിന്റെ ഒരു പ്രശ്നം വന്നു. ഉസ്താദും അതുപോലെ ഫസ്ലുദ്ദീൻ ദാരിമി, ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് സൈബുദ്ദീൻ ദാരിമി, അങ്ങനെയൊക്കെ ഞങ്ങളുള്ള സാഹചര്യത്തിലാണ് ഉസ്താദിന്റെ മൂത്രത്തിൽ കല്ലിന്റെ ഒരു പ്രശ്നം വന്നു. എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് പൊടിച്ചു കളഞ്ഞിട്ട് ഉസ്താദ് വന്നു. ഞങ്ങളൊക്കെ അങ്ങോട്ട് ആഹ്ലാദിച്ചു. ഒരു 5-6 ദിവസത്തെ ലീവ്, അൽഹംദുലില്ലാ, വീട്ടിൽ പോവാം, അതേപോലെ വിശ്രമിക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞങ്ങളുടെ 5-6 ദിവസം
ദിവസത്തെ ലീവ്. അത് മാത്രമല്ല, ഈ കിതാബുകളില് ഈ നമ്മുടെയൊക്കെ കിതാബുകളിൽ ഉള്ളതിന് പുറമെ അതിനകത്ത് വരുന്ന ചില തഹ്ഖീഖിയായ മസലകള് തിരുത്തുക എന്ന് പറയും, അതിന് സംവിധാനം. അതിങ്ങനെ ഉസ്താദിന്റെ കിതാബ് എടുത്ത് എഴുതാനൊക്കെ പറ്റുന്ന സന്ദർഭമാണല്ലോ എന്ന് വിചാരിച്ച് കാത്തിരിക്കുമ്പോ ഉസ്താദ് ആശുപത്രിയിൽ രാത്രി 10 മണിക്ക് വന്നു, രാവിലെ വരുന്നില്ലെന്ന് പറഞ്ഞ് സുബഹി കഴിഞ്ഞ് ഞങ്ങൾ കിടന്ന് ഉറങ്ങുമ്പോ വന്ന് വെള്ളം കോരി തലവഴിയെ ഒഴിക്കുകയാണ്. ഉസ്താദ് രാവിലെ സുബഹിക്ക് എഴുന്നേപ്പിച്ചിട്ട് വാടാന്ന് പറഞ്ഞു. അവിടെ നിൽക്കുന്നത് എങ്ങനെയാണ്, അഞ്ചാറ് തടികൾ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് നിന്നുകൊണ്ട് ദർശനത്തെ ഒരാളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ആത്മാർത്ഥത അവസാനം ഒന്ന് ഇരിക്കാതെ ഇങ്ങനെ ചെയ്തപ്പോ അതിന്റെ അന്ന് വൈകുന്നേരത്ത് തന്നെ ഉസ്താദിന്റെ മൂത്രത്തിലൂടെ ബ്ലഡ് വരികയുണ്ടായി. അതുപോലും മൈൻഡ് ചെയ്യാത്ത, എല്ലാവരെയും കാണാൻ വേണ്ടി എല്ലാവർക്കും ഇൽമ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ച ആ മഹാമനീഷി, മഹാപണ്ഡിതൻ ആർക്കെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇൽമിനെ കൊടുത്താൽ, രണ്ടാമതായി ബഹുമാനപ്പെട്ട ഇമാം ഗസാലി പറയുന്നു, വിശദീകരിക്കാൻ ഒരുപാട് കടക്കുന്നില്ല സഹോദരന്മാരെ. ബഹുമാനപ്പെട്ട ഉസ്താദിനെ രണ്ടാമതായി ഇമാം ഗസാലി പറയുന്നു, ആർക്കെങ്കിലും അല്ലാഹു സുഹുദിനെ കൊടുത്താൽ, ഒന്ന് ഇൽമിനെ കൊടുത്താൽ, രണ്ടാമത്തത് സുഹുദിനെ കൊടുത്താൽ. സുഹുദ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനെ വേണ്ടാതെ വെക്കലല്ല, ഭൗതികതയോട് മനസ്സിനെ അങ്ങ് ഇണങ്ങി ചേർക്കാതിരിക്കുക. ഭൗതികതയോട് മനസ്സിനെ അങ്ങ് ഇണങ്ങി ചേർക്കാതിരിക്കുക. ആ ഒരവസ്ഥ, ഭൗതികതയോട് വലിയ അടുപ്പം കാണിക്കാതിരിക്കുക. ആ ഒരു സൗഭാഗ്യ മാർഗങ്ങളിൽ ലഭിച്ചാൽ നിങ്ങൾക്കറിയാലോ, ഇവിടെയാണ് താമസിച്ചത്. ഇവിടൊക്കെ അവിടെ ദേവർക്കരയിലുള്ള നല്ല നല്ല വീടുകളുള്ളപ്പോ ഈ ജമാഅത്തിന്റെ അമരക്കാരൻ, ഈ ജമാഅത്തിന്റെ ഉസ്താദ് താമസിച്ചത് ആ ക്രിസ്ത്യൻ പള്ളിയുടെ അടുത്ത് തേക്കാത്ത ഒരു വീട്ടിൽ, ഒരു ചെറിയ വീട്ടിൽ ആലോചിച്ച് നോക്കുക അല്ലേ. ഈ ജമാഅത്തിലുള്ള ഈ നമ്മുടെ ഇവിടെ മുസ്ലിങ്ങളുടെ ഇടയിലുമല്ല, അങ്ങോട്ട് പോകുന്ന ആ വളവില് ഒരു തേക്കാത്ത വീട്ടിലാണ്. അത് മാത്രമല്ല, മുട്ടക്കാവിലോ ഉസ്താദ് താമസിച്ചിരുന്ന വീട്, ആ പരിസരത്തെല്ലാം വലിയ വീടാണ്. പക്ഷെ ഉസ്താദിന്റെ വീട് തേച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഒരു ഇച്ചിരി വൈറ്റ് ഒരു വൈറ്റ് സിമെന്റെങ്കിലും വാങ്ങി അടിച്ചിട്ടില്ല. ഉസ്താദിന്റെ വീടിന്റെ താഴെ സാധാരണ റെഡ് ഓക്സൈഡ് പോലും ഇട്ടിട്ടില്ല. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വീട്ടിൽ ഇരിക്കാൻ കസേരയില്ല. ഉസ്താദിന്റെ വീട്ടിൽ ഇരിക്കാൻ കസേരയില്ല. 5 വർഷം ഉസ്താദിന്റെ വീട്ടിന്റെ മുറ്റത്തൂടെ അതിന്റെ തെക്കേ വീട്ടില് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നയാളായിരുന്നു ഞാൻ. മിഷിറാജയുടെ വീട്ടില് ഉസ്താദിന്റെ വീട്ടിൽ ഇരിക്കണമെങ്കിൽ താഴെ പായിട്ടിരിക്കണം. അതല്ലെങ്കിൽ പിന്നുള്ളത് 4 കാലുകളുള്ള ഒരു ഈ സാധാരണ സ്റ്റൂൾ ഉണ്ടല്ലോ, തടിസ്റ്റൂള്. 2 തടിസ്റ്റൂളുകളാണുള്ളത്. ഉസ്താദിന്റെ വീട്ടിൽ വന്നിട്ടുള്ളവരാരും കസേരയിൽ ഇരുന്നിട്ടില്ല അന്ന്. അവർക്കെല്ലാം ഇരിക്കാനുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ പായിട്ട് താഴെ ഇരുത്തലായിരുന്നു. എത്ര പേര് വന്നാലും ശരി അങ്ങനെ ഇരിക്കൽ അവിടെ ഒന്നും ഇല്ലായിരുന്നു ഉസ്താദിന്റെ വീട്ടില്. ആ പടിഞ്ഞാറ് ഭാഗവും അടുക്കളയുടെ ഭാഗവും എന്നൊക്കെ പറഞ്ഞാൽ ഇടിഞ്ഞിളവി കിടക്കുകയായിരുന്നു. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം കാശുകാരനാണ്, പണക്കാരനാണ് ഉസ്താദ്. സമ്പത്ത് ഇഷ്ടംപോലെ അവിടെ പുരയിടമുണ്ട്. ഒരു പിടിയിലെ തേങ്ങ അടത്തിയാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നടക്കുമായിരുന്നു. പക്ഷേ ലാളിത്യം, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ലാളിത്യം ഒരിക്കല് വളരെ സങ്കടപ്പെട്ട് ഞാൻ പറഞ്ഞു പോയി കാര്യം. ഒരു 10-15 മുസ്ലിയാക്കന്മാർ ഉസ്താദിന്റെ വീട്ടിൽ വന്നു. ഒരു 10-15 മുസ്ലിയാക്കന്മാർ ഉച്ച സമയമാണ്. ഞാൻ ഉസ്താദിന്റെ വീട്ടിൽ വരുമ്പോ ഞാൻ ഉസ്താദിന്റെ വീട്ടിൽ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ആ കാത്തോട്ട് എത്തിച്ച് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കാൻ പറയും. ഉച്ചയ്ക്ക് ഉസ്താദ് ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് അവിടെ സൽക്കരിപ്പിക്കാൻ ഇരിക്കാൻ വേണ്ടി. അതിനകത്ത് കാലിന് മുട്ടിന് വയ്യാത്ത ഒരാളുണ്ടായിരുന്നു. ശ്രദ്ധയില്ല. ഇതൊന്നും ഉസ്താദിന്റെ ഒരു വിഷയമേ അല്ല. അതൊന്നും ഉസ്താദിനൊക്കെ പലരും പറയും ഉസ്താദ് തലപ്പാവ് കിട്ടണം, വലിയ തലപ്പാവ് കൊണ്ട് കെട്ടിക്കൊണ്ട് ഉസ്താദ് നിൽക്കുകയാണെങ്കിൽ ഉസ്താദ് ആരാ? രാജകുമാരനല്ലേ? ആ സുന്ദരമായ മുഖവും എല്ലാം പുറകോട്ട് കാണുമ്പോ അതിഭയങ്കര രാജകുമാരനല്ലേ? ഇല്ല ഭൗതികത. അതിന് എത്ര വന്നാലും ശരി, എന്ത് വന്നാലും ശരി, എവിടുന്ന് വന്നാലും ശരി, ബഹുമാനപ്പെട്ട ഉസ്താദുകളെ സംബന്ധിച്ചിടത്തോളം ഭൗതികതയിലേക്ക് ആ കണ്ണൊരിക്കലും മഞ്ഞളിച്ചു പോയിട്ടില്ല. അതാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. പ്രിയമുള്ളവരെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓർത്തു പോകുകയാണ്. അതായത് ഉസ്താദിന്റെ വീട്ടിൽ ചെന്ന് ഉസ്താദിന് മിക്കവാറും സാധാ ഭക്ഷണമായിരുന്നു കൂടുതൽ ഇഷ്ടം. ബിരിയാണിയേക്കാൾ കൂടുതൽ സാധാ ഭക്ഷണമാണ് ഉസ്താദിന്. ചെറു മുളകായാലും ചെറു കലയാലും സാധാ ഭക്ഷണമാണ് ഉസ്താദിന് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എന്റെ മക്കളുടെ കല്യാണം നടത്തിയപ്പോ എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞ് ബിരിയാണി കൊടുക്കാൻ പാങ്ങില്ലാത്തതുകൊണ്ടൊന്നും അല്ല, നടക്കും വിചാരിച്ചാൽ നടക്കുമായിരുന്നു. പക്ഷേ എന്റെ ഉസ്താദിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണോ അതേ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് 5 പിള്ളേരുടെ കല്യാണത്തിന് ഞാൻ കൊടുത്തത് ഈ സാധാരണ സദ്യ കൊടുത്ത ഉസ്താദ് കഴിക്കുന്നതേ കഴിക്കൂ എന്നുള്ള കൊടുക്കുന്നുള്ള ചിന്ത. അത് ഞാൻ പറയുമ്പോ ഉസ്താദ് ഇങ്ങനെയാണെന്ന് കടകടാ ചിരിക്കുന്നതാണെന്ന് കാണാൻ കഴിയുക. അപ്പോ ഞാൻ ഈ പറഞ്ഞു വന്നത് ഭൗതികത, അത് ഭക്ഷണത്തിലായാലും വെള്ളത്തിലായാലും വസ്ത്രത്തിലായാലും എന്തിലായാലും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വീട് ഇപ്പോഴും ഞാൻ ഈ പറയുന്നെങ്കിൽ ഇപ്പൊ
ഉസ്താദ് താമസിക്കുന്നത് എവിടെയാണെന്നറിയോ? മോന്റെ വീട്ടിലാ. ഉസ്താദിന്റെ മോന്റെ വീട്ടിലാ ഉസ്താദ് താമസിക്കുന്നത്. ആദ്യം മോളതായിരുന്നു, മോളത് പിന്നെ മോന് വിറ്റു. പക്ഷെ ഉസ്താദിന്റെ വീട് അതിന്റെ ബാക്കി തന്നെ കിടപ്പുണ്ട്. അത് ഞാൻ ഇപ്പോഴും പറഞ്ഞ ഇതേ അവസ്ഥയിൽ തന്നെ. ഇപ്പോഴും ആരെങ്കിലും ചെന്നാൽ ഇരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഉസ്താദിന്റെ വീട്, ആ പഴയ വീട്, പണ്ട് ഈ വരുന്നവരെല്ലാം ഇരുന്ന ആ വീട് ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കുകയാണ്. ലാളിത്യം. മഹാനായ ശൈഖുനാണ് ഏതാണ്ട് സുഹൃത് ആർക്കെങ്കിലും അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ, മൂന്നാമതായിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി പറയുന്നു തവാദുഅ് ആർക്കെങ്കിലും അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ വിനയം. നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകള് റസാലത്ത് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ തുടക്കം മുതൽ പാരായണം ചെയ്തുകൊണ്ട് പറഞ്ഞല്ലേ വിനയത്തിന്റെ സ്വഭാവം. ബഹുമാനപ്പെട്ട ശൈഖുനാടെ വിനയത്തിന്റെ സ്വഭാവം ആരോടും അത് പറയണ്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും ഒരാളോ നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് ചെന്ന് നോക്ക്, ഇരിക്കുന്നിടത്ത് എഴുന്നേറ്റ് സ്വീകരിക്കും. പ്രത്യേകിച്ച് കേരളക്കരക്കാരെന്നൊക്കെ കേട്ടാൽ ഉസ്താദ് ഇരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ച് അവിടെ ഇരുത്തുന്ന ഒരു സംവിധാനം. ബഹുമാനപ്പെട്ട ശൈഖുന ദിവസത്തോണ്ടിരിക്കുമ്പോൾ അതിലുപരി ആരെങ്കിലും വരികയാണെങ്കിൽ എഴുന്നേൽപ്പുണ്ട് മുണ്ടെടുത്ത് കൊടുക്കുന്ന ലക്ഷണത്തിൽ പിടിച്ചോണ്ടൊക്കെ എഴുന്നേറ്റ് പിള്ളേർ കൊച്ചുങ്ങളെ അതിലുപരിത്ത് കുഞ്ഞുങ്ങൾ ഓടാൻ വരുന്ന ദർശനുണ്ടെങ്കിൽ ഉസ്താദ് പതുക്കെ എഴുന്നേറ്റ് നിന്ന് മുണ്ടൊക്കെ കുളിപ്പിച്ച് അവര് വരുന്നതിന്റെ ആദരം. അത് അതിലുപരിത്തോടാണെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കണം. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വിനയത്തെ സംബന്ധിച്ച് അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. കാര്യം ഉസ്താദിന്റെ വിനയം അനുഭവിച്ചറിയാത്തവര് ആരും ഉണ്ടാവുകയില്ലല്ലോ. അതാണ് ആരെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആർക്കെങ്കിലും വിനയം കൊടുത്താൽ മൂന്ന് കാര്യങ്ങളായില്ലേ? ഒന്ന്, ഇൽമിനെ കൊടുത്താൽ അതിൽ വലിയാണ്. അതേപോലെ രണ്ടാമത് സുഹൃത്തിനെ കൊടുത്താൽ അതിൽ വലിയാണ് കെ.പി. ഉസ്താദ്. മൂന്നാമത് വിനയത്തിന്റെ കാര്യത്തിൽ വിനയം എന്ന് പറയുന്നത് കെ.പി. ഉസ്താദ് തന്നെയാണ്. വിനയം എന്ന് പറയുന്ന വേറൊരു പ്രത്യേക സാധനമില്ല. വിനയം എന്ന് പറയുന്നത് കെ.പി. ഉസ്താദ് തന്നെയാണ്. ആ രൂപത്തിലുള്ള വിനയത്തിനെ ആർക്കെങ്കിലും കൊടുത്താൽ, നാലാമത്തത് ഹുസ്നുൽ ഖുലുഖ് ആർക്കെങ്കിലും സൽസ്വഭാവം കൊടുത്താൽ, ആർക്കെങ്കിലും സൽസ്വഭാവം ഉണ്ടെങ്കിൽ, സൽസ്വഭാവം ഉസ്താദിന്റെ സ്വഭാവം അറിയോ? ഇന്ന് വരെ സഹോദരന്മാരെ ഞാൻ ചോദിച്ചോട്ടെ, വായിൽ ഒരു ചീത്ത വാക്ക് വീഴാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഒന്ന് ആലോചിച്ച് നോക്ക്. വായിൽ ഒരു ചീത്ത വാക്ക് വീഴാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? അറിഞ്ഞോ അറിയാതെയോ? പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ചീത്ത പറയേണ്ട രംഗം വന്നിട്ടുണ്ട്. പക്ഷേ ഖുർആനിൽ ചീത്ത പറഞ്ഞല്ല, അത് ഏറ്റവും മോശമായ ഒരു വാക്കായിട്ട് ഖുർആൻ ഉപയോഗിച്ചത് ഹമ്മാലത്തുൽ ഖതർ എന്നാണ്. അല്ലേ? വിറക് ചുവട്ടുകാരി എന്ന് കേട്ടാൽ അതിന് ചീത്തയായിട്ട് നമുക്ക് തോന്നുമോ? അതേപോലെ കെ.പി. ഉസ്താദ് എന്ന് പറയുന്ന മഹാന്റെ വായിൽ നിന്ന് വീഴുന്ന ഏറ്റവും വലിയ ഒരേ ഒരു ചീത്തയുണ്ട്. എന്താണെന്നറിയാമോ? പഹയാൻ. ഒരൊറ്റ ചീത്തയുള്ളൂ, പഹയാൻ. വേറൊന്നും വിളിക്കില്ല. ഉസ്താദ് അതാ പഹയാൻ വിളിക്കുമ്പോ ഉസ്താദ് വിചാരിക്കുന്ന നമ്മുടെ ശരീരം എല്ലാം കൂടെ ഇളകി പോകുന്ന. ഉസ്താദ് പറയും നിന്റെ ഏറ്റവും മാക്സിമം പറഞ്ഞാൽ നിന്റെ ഒരു പഹയാന്ന് വിളിച്ചാൽ പറ്റില്ല, നിന്റെ 100 പഹയാന്ന് വിളിക്കണം. അതാ ഉസ്താദ് പറയുന്നത്. അപ്പോ പഹയ എന്നുള്ള ഒരു ചീത്ത വാക്കല്ലാതെ ഒരൊറ്റ വാക്ക് പോലും വായിൽ നിന്ന് വീണിട്ടില്ലാത്ത, ഒരു ചീത്ത വാക്ക് പോലും ആ വായ കൊണ്ട് പറഞ്ഞിട്ടില്ലാത്ത ആ മഹാനവറുകളാണ് വലിയ. അതാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇഹ്യായിൽ ഒരുപാട് സ്വാലിഹീങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നതാണിത്. എന്ത്? ആരെങ്കിലും ആ 4 കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഈ 4 കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ തന്നെ വിലയിരുത്ത്. ഫഹുവ ഇമാമുൽ മുത്തഖീൻ. അദ്ദേഹം പറഞ്ഞ അങ്ങനെയാണ്. ഫഹുവ ഇമാമുൽ മുത്തഖീൻ. വലിയാണെന്നല്ല, അതിനേക്കാൾ കൂടുതൽ മുത്തഖീങ്ങളുടെ ഇമാമാണ് അദ്ദേഹം. മുത്തഖീങ്ങളുടെ ഇമാമാണ്, വലിയാണെന്നല്ല പറഞ്ഞത്. അദ്ദേഹം മുത്തഖീങ്ങളുടെ ഇമാമാണ്. അതുകൊണ്ട് തന്നെ മുത്തഖീങ്ങളുടെ ഇമാമാണ്. പണ്ട് ഞാൻ ജാമ്യയായി ഉള്ളപ്പോഴാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ കാണാൻ വേണ്ടിയിട്ട് ആറ്റിങ്ങൽ ഉസ്താദ് വന്നു. ശംസുൽ ഉലമയെ കാണാൻ വേണ്ടി റഈസുൽ ഉലമ, നമ്മുടെ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ കാണാൻ വേണ്ടിയിട്ട്. والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله مولانا العلي العظيم. ഏറെ ബഹുമാനമുള്ള വിശുദ്ധ വ്യക്തിത്വങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ ഉസ്താദുമാരെ, സ്വാലിഹീങ്ങളായി മജ്‌ലിസിലേക്ക് വന്നു ചേർന്ന പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. വിശദമായൊന്നും സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട കെ.പി. ഉസ്താദ് അവരുടെ വഫാത്ത് കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസം തന്നെ മേഖല അടിയന്തരമായി യോഗം ചേർന്നു. ഏകദേശം
4 ദിവസങ്ങൾക്ക് മുമ്പ് 5-ാം തീയതി തിങ്കളാഴ്ചയാണ് യോഗം വിളിച്ചത്. യോഗം ചെയ്തത് ഉസ്താദ് അനുസ്മരണ പരിപാടി നടത്തണമെന്ന് തീരുമാനിച്ചപ്പോൾ അവിടെ എവിടെ വെച്ച് നടത്തണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ ഏറ്റവും മുഖ്യമായി കേരളക്കര ശരീരത്തും ജമാഅത്താണ് എന്തുകൊണ്ടും അതിനധികാരം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശം നമ്മൾ തിരഞ്ഞെടുത്തത്. കെ പി ഉസ്താദിന് വളരെയേറെ ആത്മബന്ധമുള്ള മണ്ണാണിത്. ഇവിടുത്തെ ഓരോ മണത്തരികളും കെ പി ഉസ്താദിന്റെ പാദസ്പർശനമേറ്റ മണ്ണുകളാണ്. നിലവിൽ ശരീരത്ത് മുസ്ലിം ജമാഅത്തും അനുബന്ധ പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ പരിപാലക സമിതി അംഗങ്ങളും മുൻകഴിഞ്ഞു പോയ പരിപാലക സമിതി അംഗങ്ങൾക്കുമൊക്കെ ഉസ്താദിന്റെ ജീവിത അനുഭവങ്ങൾ, അവർക്കുള്ള അനുഭവങ്ങളെ വളരെ ആത്മാർത്ഥമായി ഹൃദയസ്ഥിതമായി പറയാൻ കഴിയും. ആ ഒരു കാര്യം അവകാശപ്പെടാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്. നമുക്കറിയാം ഉസ്താദ് അദ്ദേഹത്തിന്റെ ബിരുദം അക്രമം നിർവഹിച്ച് കഴിഞ്ഞുപോയി. മൂന്നാമത് ഞാൻ വിളിക്കുന്നത് ഒരു പള്ളി ഉദ്ഘാടനത്തിനാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. തലേ ദിവസം രാത്രി അദ്ദേഹം കട്ടിൽ നിന്നിലേക്ക് ഒരു വീഴ്ച സംഭവിച്ചു എന്ന് മുജീബനെ വിളിച്ചിട്ട് വന്ന് പത്രിക വാപ്പായ്ക്ക് വരാൻ പറ്റില്ല, പത്രിക വിളിച്ച് പറയാൻ പറഞ്ഞു. എന്നാൽ ഞാൻ ജമാഅത്ത് പ്രസിഡന്റായതിനു ശേഷം എന്റെ എല്ലാ സംശയങ്ങൾക്കും ദീനിയായ സംശയങ്ങൾക്ക് അപ്പോഴപ്പോൾ മറുപടി തന്നുകൊണ്ടിരുന്ന മഹാനായ അദ്ദേഹത്തിന്റെ ദർജ ആകാശം മുട്ടുകർത്തിട്ട് അദ്ദേഹത്തിന്റെ വിശാലമായ ഹൃദയം പോലെ അദ്ദേഹത്തിന്റെ ഭക്തിയും അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംഘടിക്കുന്നു. അദ്ദേഹം ഇവിടെ വന്ന കാലം മുതൽ അദ്ദേഹത്തിനോടൊപ്പം ഇവിടെ പോകുന്നവരെ ഞാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം രസമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഊതിയിട്ടില്ല. പക്ഷേ പ്രയാസം മോദിയുടെ കൂടാണ് എന്നെ ആദ്യം മദർസ ഇവിടെ കൂടി ചേർക്കുന്നത്. എന്നെ ഓദിച്ചത് പ്രയാസത്തിനെ ഏർപ്പെടുത്തിയത് അബ്ദുല്ലത്തിൽ മോദിയായിരുന്നു. ദക്ഷിണേള്ള നമ്മുടെ പരീക്ഷാ ബോർഡ് ചെയർമാനായിരുന്ന അബ്ദുല്ലത്തിൽ മോദിയാണ് എന്നെ ഓദിക്കാൻ വേണ്ടി. അദ്ദേഹത്തിന് മുമ്പൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിനെയാണ് എന്നെ ഓദിക്കാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം മക്കൾക്കൊരു ആക്സിഡൻറ്റ് പുറപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ റബ്ബർ മാത്രം വിശാലമായി. അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഏത് സമയവും ഉണ്ടായിരുന്ന കെ പി ഉസ്താദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു യോഗ്യതയാണ്. അദ്ദേഹം എനിക്ക് ധാരാളം ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. ഒരു കാര്യം, ഞാൻ ഏതാണ്ട് 76 മുതൽ ഈ ജമാഅത്തിൻ്റെ ഭാരവാഹിത്വം വെച്ചുകൊണ്ട് ഈ 2015 വരെ ഉണ്ടായിരുന്ന ഒരു യോഗ്യതയാണ്. ഈ ഇവിടെ ആദ്യമായി തുടങ്ങുന്നത് 76 വയസ്സാണ്. നിയമാവലി അനുസരിച്ച് ഭരണസമിതി വന്നിട്ടുണ്ട്. അന്ന് മുതൽ നാളെ വരെ 2015 വരെ പരിപൂർണമായിട്ട് ഈ ജമാഅത്തിന്റെ ഔദ്യോഗിക സ്ഥാനത്തിൽ പ്രവർത്തിച്ച ഒരു ഉദ്ദേശിക്കുന്നതാണ്. എനിക്ക് എപ്പോഴും എൻ്റെ സുദീർഘമായ ഒരു പ്രസംഗത്തിന് സമയമാണ്. ബഹുമാന്യനായ ഇവിടെ വരുന്ന കാലം മുതൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു സുദീർഘമായ ബന്ധമാണ്. വരുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു പയ്യനാട്ടാണ് ഒരു നീളം, ഒരു 4 അടി നീളത്തിന് ഒരു മെലിഞ്ഞ ഒരു പയ്യനാട്ടം അതിനുശേഷം അദ്ദേഹം ഇവിടുത്തെ താമസികളും മറ്റേതെല്ലാം കാര്യക്ഷമമായ പ്രവർത്തനം നടത്തുകയും ആ സമയത്താണ് നമ്മുടെ ശാരീരിക മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ പണി ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ച വർഷവും ഉസ്താദ് പല ദിവസം കരഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പള്ളിയുടെ പണി തീർക്കണം, പള്ളിയുടെ പണി. സ്കൂൾ വെക്കേഷൻ സമയത്ത് 2 മാസം ഉസ്താദിന്റെ കൂടെയാണ് ഞങ്ങൾ അറബ് വിദ്യാഭ്യാസം പഠിച്ചത്.
പിന്നുള്ള ദിവസങ്ങളിൽ രാവിലെ രാത്രിയിൽ ഞങ്ങൾ ഉസ്താദിന്റെ കൂടെ പഠനത്തിന് വേണ്ടി വന്നുകൊണ്ടിരുന്നത്. ഉസ്താദിന്റെ ഒരു ചെറിയൊരു അനുഭവം, എൻ്റെ വീട്ടിലെ എൻ്റെ പെങ്ങള് വൈകുന്നേരം 6 മണിയാകുമ്പോൾ കരച്ചിലാണ്. കരച്ചിലോട് കളിച്ച് പറഞ്ഞാൽ അമ്മ എടുത്തിട്ട് വീട് വീട്ടിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിന് ഒരിക്കലും വാപ്പായെ വിളിച്ചു. വാപ്പായും വന്നു, കരച്ചിൽ മാറുന്നില്ല. രണ്ടാമത്തെ ദിവസം ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് വന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പിന്നെ പുള്ളിക്കാരൻ ഉമ്മ സുബിയാൻ എന്ന ഒരു ശേഖരന്റെ ശല്യമായിരുന്നു എന്നാണ് ഉസ്താദ് പറഞ്ഞത്. അങ്ങനെ അതില്ലാതാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ വേറെ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ ഉസ്താദ് ഉത്തമബോധമ്പോൾ അല്ലാഹുമ്മ അജ്നാ മിനന്നാർ എന്ന് പറയുമ്പോൾ ആദ്യം 1 പറയും, പിന്നെ 2 പറയും, 3ാമത്തെ പ്രാവശ്യം പറയുമ്പോൾ എൻ്റെ ആ പറച്ചിലോട് നരകത്തിൽ രക്ഷപ്പെട്ടു എന്ന് തോന്നിപ്പോകും. അങ്ങനെയാണ് ആ പറച്ചിലിന് സംഭവം വരുന്നത്. അതെൻ്റെ ജീവിതത്തിൽ വല്ലാതെ സംഭവമാണ്. എപ്പോഴും ഞാൻ ആ 3 അല്ലാഹുമ്മ അജ്നാ മിനന്നാർ 1 പറഞ്ഞു, 2 പറഞ്ഞു, 3ാമത്തെ പറയുമ്പോഴത്തേക്ക് അത് ഞാൻ പറയുന്നവരൊന്നും അല്ല ഉസ്താദിനെ പറഞ്ഞില്ല. അതുപോലെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ആ വാക്ക് പറഞ്ഞ കൈയോടെ കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇപ്പത്തെ അതിന് ഉത്തരം കിട്ടിയെന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എപ്പം വന്നാലും പുസ്തകം തൊടാനും പുസ്തകം കാണാനും ആ ദുആയിൽ പങ്കുകൊള്ളാനും അതിനെപ്പോഴും ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് അടിച്ചിട്ടൊക്കെയുള്ള വ്യക്തിയാണ്. വാപ്പ അന്ന് ട്രഷറായിട്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് കാര്യമുണ്ടെങ്കിലും വാപ്പാടുത്താണ് വാപ്പ പറയുന്നത്. അന്നത്തെ കടയാണ് ഇപ്പം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മദ്രസയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ച വ്യക്തികളിൽ പെടുത്തിരുന്ന എൻ്റെ വാപ്പാണ്. ഇന്ന് ഈ വിനീതൻ ഞാനും ട്രഷറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഈ മദ്രസയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ ഒക്കുമോ അതിന്റെ പരമാവധി എൻ്റെ വാപ്പ ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ 90% സമയവും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ച ഒരു വ്യക്തിയായിരുന്നു. പരിപാടിയിൽ എത്താൻ വൈകിയതിന് ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. മനഃപൂർവ്വമല്ല. പുലിയിലെ ഒരു മരണത്തിന് വിദേശത്തു നിന്ന് കൊണ്ടുവന്ന ഒരു ജനാസയെ കാണാനും എൻ്റെ പരിപാലനത്തിന് വേണ്ടി പോയിരുന്നതാണ്. സഭയ്ക്ക് ഏൽക്കുന്ന കിതാബുകളല്ല, ഉസ്താദ് 100 വർഷം കൂടെ ചെയ്യിക്കുന്ന കിതാബുകളൊക്കെ സാധാരണ ഉസ്താദുകളൊക്കെ കഥകസുഖത്ത് ഓതിക്കൊടുത്ത് പരീക്ഷ നടത്തി പോകുന്ന ഒരു സംവിധാനമാണെങ്കിൽ KP ഗവൺമെന്റ് അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. കഴിവതും കിതാബ് തീർത്തു ഓതി കൊടുക്കും. ഐഡിയാണെങ്കിലും ജന്മാണെങ്കിലും വൈഭാവിയാണെങ്കിലും ഏത് കിതാബാണെങ്കിലും കഴിവിന്റെ തീർത്തു കൊടുക്കാൻ ശ്രമിക്കും. അത് ഉസ്താദിന്റെ ഒരു ഇഷ്ടമാണ്. എപ്പോഴും ദർസ് എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും എപ്പോഴും പറഞ്ഞത് എന്റെ ദർശനം മുടങ്ങും എന്നാണ് പറയുന്നത്. അത്ര ആത്മാർത്ഥ ഈ മോളിനോടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇരിക്കുന്ന സ്ഥലത്ത് ഒക്കെ അറിയാൻ പറ്റും. അങ്ങനെയൊക്കെ വളരെ ദീനിനോടും ദർശനോടും മുത്താജിനോടും ഒക്കെ വളരെ ആത്മാർത്ഥമായി നിഷ്കളങ്ക ഹൃദയത്തിന്റെ ഉടമയായിരുന്നു. വളരെ നിഷ്കളങ്ക. ഒരു കോപിക്ക് ദേഷ്യം ഉണ്ടാവും, പക്ഷെ അന്തരമൊക്കെയും നേരത്തെ കാരാടി സൂചിപ്പിച്ചതുപോലെ പഹയായുള്ള രീതിയിലല്ലാതെ സംഭവിക്കില്ല. പത്രകർത്തങ്ങൾ എപ്പോഴും വേറെ നമ്മളൊക്കെ വീട്ടിലോട് ചെന്നാൽ വളരെ സ്നേഹത്തോടുകൂടിയാണ് നമ്മുടെ ഊഷ്മളമായ സ്വീകരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നമ്മൾ തുടങ്ങി വെച്ച മജ്‌ലിസുൽ ഹുദ പൂർത്തീകരിക്കുകയാണ്. ഇവിടെ 3-4 ദിക്റുകളുണ്ട്. അത് ഉസ്താദിന്റെ ഇജാസത്ത് അനുസരിച്ച് 111 വീതമാണ് ചൊല്ലേണ്ടത്. പിന്നെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ പൊതു സദസ്സിലും ആളുകൾക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടി 33 അതല്ലത്തിൻ്റെ സമയം കുറവാണെങ്കിൽ 11 അനുസരിച്ച് എന്ത് ചെയ്താൽ മതി, ചൊല്ലി പൂർത്തീകരിച്ചാൽ മതിയാകുമെന്ന് ഉസ്താദ് പ്രത്യേകം ഇജാസത്ത് തന്നിട്ടുള്ളതാണത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം
أستغفر الله العظيم 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 أستغفر الله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله يا حي يا قيوم 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 مقاصدنا واغفر لنا ما مضى يا واسع الكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا نبي الله الله الصلاة والسلام عليك يا نبي الثقلين الصلاة والسلام عليك يا إمام المتقين السلام عليك يا خير خلق الله الصلاة والسلام عليك يا رسول رب العالمين الصلاة والسلام أدهاني لنا أنوار عرفاني لتهدينا لإيقاني بمحيي الدين جيلاني وقلبا خاشعا وإيمانا كاملا وخلقا حسنا وذرية طيبة من علماء الآخرة توفنا مسلمين والحقنا بالصالحين ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا ولوالدينا ولأهلينا ولأقاربنا ولجميع المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والعليم وتب علينا إنك أنت التواب الرحيم اللهم تقبل جميع دعواتنا وكل أعمالنا يا رب العالمين فإنك رب جواد كريم وآله وصحبه أجمعين الله നമ്മുടെ മജ്‌ലിസിനെ ഖബൂലാക്കണേ റഹ്മാനേ സ്വീകരിക്കണേ റഹ്മാനേ ഉയർത്തണേ അല്ലാഹുവേ അവർക്ക് നീ സന്തോഷം കൊടുക്കണേ റഹ്മാനേ എല്ലാ പല പൊരുത്തമുള്ളവരിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ അല്ലാഹുവേ മശായിഖന്മാർ അല്ലാഹുവേ അവരോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ നമ്മളെ ചേർത്തി തരണേ റഹ്മാനേ അല്ലാഹുവേ അവർ കൊടുത്തുവിട്ട ഈ പ്രകാശം അണയാതെ സൂക്ഷിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് തൗഫീഖുള്ളവരിൽ അവൻ്റെ പൊരുത്തമുള്ളവരിൽ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ എല്ലാ ബിദ്അത്തിന്റെ ശ്രമങ്ങളെയും നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ എല്ലാ കള്ളത്തൊരീക്കത്തുകളിൽ നിന്നും നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ റഹ്മാനെ എല്ലാ അപകടം പിടിച്ച വഴികളിൽ നിന്നും ഈ മഹാന്മാരുടെ ഹക്ക് കൊണ്ട് നീ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണേ അല്ലാഹ് ഞങ്ങളുടെ മേഖലകളിലെ പ്രവർത്തനങ്ങളെല്ലാം നീ അംഗീകരിക്കണേ അല്ലാഹ് ഓരോരുത്തർക്കും നീ വലിയ പ്രതിഫലം നൽകണേ റഹ്മാനെ പ്രത്യേകിച്ച് ഉസ്താദിന്റെ പ്രകാശമേറ്റ ഈ മുബാറക്കായ നാട് ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കി തന്ന ഈ ജമാഅത്ത് അതിന്റെ ഭാരവാഹികൾ അല്ലാഹുവേ അവരെയൊക്കെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ എല്ലാവർക്കും ആദരവായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ ലിഖാഅ് കാണാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ
سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله صلى الله على